അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 70 കിലോമീറ്റർ പോയി ഒരു കാപ്പി കുടിച്ച കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അഹങ്കാരം കൊണ്ടല്ല, ആഗ്രഹം കൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് ബസ് കയറി ചാലക്കുടി വന്നു. ചാലക്കുടിയിൽ നിന്ന് വീണ്ടും ട്രാൻസ്പോർട്ടിൽ കയറി ആലുവ വന്നിറങ്ങി. ആലുവയിൽ നിന്ന് മെട്രോ സ്റ്റേഷനിലെത്തി. മെട്രോ സ്റ്റേഷനിൽ നിന്ന് കയറുന്ന ദൃശ്യങ്ങൾ മുതലാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങുന്നവരും കയറുന്നവരൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വലിയ മാറ്റമൊന്നുമില്ല. തള്ളി കയറി അങ്ങോട്ട് പോവുകയാണ്. സത്യത്തിൽ ആദ്യം വരുന്നവരെ ഇറക്കാനുള്ള ഒരു മര്യാദയൊന്നും ഇവിടെ ആരും കാണിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ അവരുടെ ഫേസും നമ്മൾ കാണിക്കാൻ പാടില്ല, കാരണം നമ്മളും ഇതുപോലെ തെറ്റുകൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അത് ഞാൻ ചൈനയിലും ജപ്പാനിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. ഞാൻ പോയിട്ട് കണ്ടതല്ല, വീഡിയോസിൽ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ആദ്യം ഇറങ്ങാനുള്ളവർക്ക് വഴി കൊടുക്കുകയാണെങ്കിൽ കയറാനും എളുപ്പം ഇറങ്ങാനും എളുപ്പമാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇത് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള നമ്മുടെ സ്റ്റേഷനുകളുടെ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല. മെട്രോയിൽ കയറാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇത് ഞാൻ ഡോറിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുന്നതാണ് അത്ര ക്ലാരിറ്റി കുറവ്, കാരണം ഗ്ലാസിൻ്റെ അവിടെ കുറച്ചിങ്ങനെ ആൾക്കാർ ചാരിരുന്ന എൻ്റെ ചെളികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ വിളിച്ച് അതിൽ പറയുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. അറിയാലോ, മാക്സിമം വൃത്തിയായിട്ടും നന്നായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ പിന്നെ എന്നിട്ടും കണ്ടു ടോയ്ലറ്റിൻ്റെ അവിടെയൊക്കെ പേര് എഴുതി വയ്ക്കുക. ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടു സത്യം പറഞ്ഞാൽ. ആൾക്കാരുടെ പേരും എഴുതി വയ്ക്കുക, ഫോൺ നമ്പറുകൾ എഴുതി വയ്ക്കുക, ബബിൾക്കങ്ങൾ ഒട്ടിച്ച് വയ്ക്കുക, വേസ്റ്റ് കവർ അവിടെ കൊണ്ടിടുക. ഇനിയെങ്കിലും നന്നാവാം. നമ്മുടെ നാട്ടിൽ നന്നാക്കണമെങ്കിൽ നമ്മൾ തന്നെ മുൻകൈ എടുക്കണം. അപ്പോൾ ഞാൻ വന്ന് ഇറങ്ങി. തൊട്ടടുത്ത് ലുലു മാൾ നമുക്ക് കാണാം. ലുലു മാളിൻ്റെ അവിടെ എന്നിട്ട് പറയാം, ഇപ്പുറത്തെ സ്റ്റേഷനിലാണ് വന്ന് ഇറങ്ങണേ. അപ്പോൾ ശരിക്കും ഇപ്പം ഞാൻ പോണത് ലുലു മാളിലേക്കല്ല കേട്ടോ. ഞാൻ നേരെ ഇറങ്ങിയിട്ട് അമൃത ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണണം. ഡോക്ടറെ കണ്ടതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് വന്നിട്ട്, അല്ലെങ്കിൽ ബ്ലഡ് കൊടുത്ത് വന്നതിന് ശേഷമാണ് ലുലു മാളിലേക്ക് പോവുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് സ്പീഡിൽ അമൃതയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനും ഇതിൽ നോക്കട്ടെ വന്നു, കാരണം ഇപ്പോഴും ഇവിടെ കയറുമ്പോൾ പ്ലാറ്റ്ഫോം പെട്ടെന്ന് മാറോ ഇല്ലയോ എന്ന് ഇടയ്ക്ക് പോയിട്ടും ഇപ്പോഴും എനിക്ക് കൺഫ്യൂഷനാണ്, ഏത് പ്ലാറ്റ്ഫോമിലേക്ക് എങ്ങനെ പോകേണ്ടതെന്ന്. ചില സമയത്ത് 2 വഴിയൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണമെന്ന് ഇപ്പോഴും കൺഫ്യൂഷനാണ്. ട്രെയിൻ ഞാൻ ഇരിക്കണതിൻ്റെ ഓപ്പോസിറ്റ് പോകണ പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളെ. അപ്പോൾ ഞാൻ വീണ്ടും പുറത്തേക്ക് പോവാണ്. താഴെ ചെന്നിട്ട് ഒരു മെട്രോ ഓട്ടോ പിടിച്ചിട്ട് വേണം പോകണമെങ്കിൽ. ഞാൻ അതിൽ കുറച്ച് നാളായി കയറാൻ ആഗ്രഹിക്കണേ. അപ്പോൾ അതിൽ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്, പക്ഷേ എൻ്റെ ആപ്പ് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവണില്ല. അതുകൊണ്ട് നമുക്ക് താഴെ ചെന്നിട്ട് ഓട്ടോയിൽ കയറി പോയി നോക്കാം. അതുപോലെ ഈ എസ്കലേറ്ററിൽ കയറുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പലരും അത് വായിച്ചിട്ടുണ്ടാവില്ല. കുട്ടികളെ കൊണ്ടുപോകുമ്പോഴും ഫോൺ നോക്കി നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത് കറക്റ്റായിട്ട് പാലിക്കാൻ ശ്രമിക്കുക. ഞാൻ 2 തവണ ഞാൻ പോയപ്പോഴും അങ്ങനത്തെ ചെറിയ അപകടങ്ങൾ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ച് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനങ്ങനെ നടന്ന് താഴെ എത്തി. ഇവിടെ നിന്ന് താഴെ നിന്ന് ഞങ്ങളുടെ തൊട്ടടുത്ത് നോക്കിയാൽ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ലുലു മാൾ കാണാൻ പറ്റും. പക്ഷേ നമുക്ക് ആദ്യം ആശുപത്രിയിൽ പോകണം. അമൃതയിൽ പോയതിന് ശേഷം ഒന്നുകിൽ ബ്ലഡ് കൊടുത്തതിന് ശേഷമോ ഇല്ലെങ്കിൽ ഡോക്ടറെ കണ്ടതിന് ശേഷമാണ് ഇങ്ങോട്ട് വരാൻ സാധിക്കുള്ളൂ. അപ്പോൾ സമയം അനുസരിച്ചാണ് ഞങ്ങൾ വരാമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ താഴെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ടത് പക്ഷേ ആ ഓട്ടോയിലല്ല, തൊട്ടപ്പുറത്ത് നീല ഓട്ടോ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കണ്ട വണ്ടിയാണ്, BYD എന്ന് പറഞ്ഞൊരു കാറാണത്. ഒരു കാർ കമ്പനിയുടെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇവർ ഇറക്കിയിട്ടുണ്ട് കുറേ. ഭയങ്കര ഇപ്പോൾ പോപ്പുലറായി വരുന്ന കമ്പനിയാണ് കേട്ടോ അത്. അതിനെക്കുറിച്ചല്ല പറയാൻ വന്നത്. ഞാൻ പോയത് ഈ ഓട്ടോറിക്ഷയിലാണ്. ഈ ഓട്ടോറിക്ഷയിൽ നമുക്ക് 2 ലാഭങ്ങളുണ്ട്. ഒന്നത് മെട്രോ ഓട്ടോന്നോ അങ്ങനെ എന്താണ് മെട്രോ റിക്ഷ എന്നോ എന്താണ് അതിൻ്റെ പേര്. ഇതിൽ അമൃതയിലേക്ക് നമ്മൾ ഫെയർ വരുന്നത് എടപ്പള്ളി നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് അമൃത ഹോസ്പിറ്റലിലേക്ക് 100 രൂപയാണ് വരുന്നത്. ഇതേ സമയം മറ്റുള്ള ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ
120, 130. ആളെ നോക്കിയിട്ടാണോ പറയണതെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണ് പറയണതെന്നും എനിക്കറിയില്ല. അതെന്തായാലും ഇവരെ വന്നിട്ട് കാര്യമില്ല, അവരെ വന്നിട്ട് കാര്യമില്ല. കാരണം ഇവർക്ക് ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് അത്രയും ഇത് വരുന്നില്ല ചിലവ്. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ വണ്ടി ആയതുകൊണ്ട്, പെട്രോൾ ഡീസൽ വണ്ടികൾ ഉള്ളതുകൊണ്ട് എന്തായാലും അതിന് കൂടുതൽ പൈസ വരും നമുക്കറിയാമല്ലോ. അപ്പോൾ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇപ്പോൾ ഈ വണ്ടിയിൽ കയറിയത്. വണ്ടി എന്തായാലും അടിപൊളി വണ്ടിയാണ്, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു സെറ്റപ്പ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സൗണ്ട് ഇല്ല അധികം, വണ്ടി പോണതറിയില്ല, നല്ല സ്പീഡിൽ പോവും. സീറ്റിംഗ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. 2 സൈഡിൽ കൂടെ നമുക്ക് ഡോർ തുറന്ന് ഇറങ്ങാം, കയറാം, അങ്ങനെയുള്ള ഫെസിലിറ്റി ഉണ്ട്. വെഹിക്കിൾ സാധാരണ ഓട്ടോറിക്ഷയുടെ പോലെ തന്നെ സ്പേസ് ഉണ്ട്. ഇതിലങ്ങനെ വെയിറ്റുള്ള സാധനങ്ങൾ കുറവാന്ന് തോന്നി, ഭയങ്കര വെയിറ്റ്ലെസ് പോലെ എനിക്ക് ഫീൽ ചെയ്തു ഈ വണ്ടി. അതെന്തായാലും സംഭവം അടിപൊളിയാണ്. അതിൻ്റെ മീറ്റർ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയായിരുന്നു. എനിക്ക് ആ വണ്ടിയിൽ നിന്നിപ്പോൾ ഒരു പ്രത്യേക, സാധാരണ ഓട്ടോറിക്ഷ ഇരിക്കണേക്കാളും എന്തൊക്കെയോ ഒരു പ്രത്യേകതകൾ തോന്നിയായിരുന്നു. ഞാൻ പിന്നെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനത്തെ ഓട്ടോറിക്ഷകളുണ്ട്, ഇഷ്ടം പോലെ. ഇതേ ഫ്രണ്ടിൽ പോയിട്ടിരിക്കുന്നതും സെയിം ഓട്ടോറിക്ഷ, ഇലക്ട്രിക് വണ്ടികൾ കൂടി കൂടി വരാമെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും ഇഷ്ടംപോലെ ഓട്ടോറിക്ഷകളുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഈ ഒരു വഴി കൂടെ പോകുമ്പോൾ ഇവിടെ ട്രാഫിക് സിഗ്നലുണ്ട്. ഈ ട്രാഫിക് സിഗ്നലിൽ അവിടെ റെഡ് കത്തുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആ പച്ച കത്തിയിട്ട് അങ്ങോട്ട് പോകാം. സാധാരണ സിഗ്നൽ പോലെയൊക്കെ തന്നെയാണ്, പക്ഷേ ഒരൊറ്റ വണ്ടിയാണ് ഒരേ ടൈമിൽ ഇത് കടന്നു പോകുന്നത്. കുറച്ച് സ്ഥലം മാത്രം കുക. പക്ഷേ എൻ്റെ സംശയം ഇതൊന്നും ആയിരുന്നില്ല, ഈ മഴക്കാലം വരുമ്പോൾ ഈ വഴി ബ്ലോക്ക് ആവുമല്ലോ എന്നായിരുന്നു. കാരണം ആ കുഴിയിൽ എന്തായാലും വെള്ളം നിറയും. ആ വെള്ളം പോകാനുള്ള വേറെ വഴികളൊന്നും ഞാൻ അവിടെ കണ്ടില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ഇത് ക്ലോസ് ചെയ്തിടോ അല്ലെങ്കിൽ വേറെ വല്ല ഫെസിലിറ്റി ഉണ്ടോ എന്ന് അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ആൾ തന്നെ അവിടെ കൊണ്ടിറക്കി, ആൾ പോയി. ഞാൻ അമൃത ഹോസ്പിറ്റലിലെത്തി. G ബ്ലോക്കിലാണ് ഞാൻ ഡോക്ടറെ കാണുന്നത്. അപ്പോൾ അവിടെ പോയി. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു. അത് ഷട്ടിൽ സർവീസാണ്, ഫ്രീ ആണത്. കാരണം ഇവിടെ കുറേ ബ്ലോക്കുകളും കാര്യങ്ങളും ഉള്ള കാരണം പല സ്ഥലങ്ങളിലേക്ക് നമുക്കതിൽ ഫ്രീ ആയിട്ട് പോകാം. ഇനി എൻ്റെ ഭാഗ്യത്തിന് ചെന്നപ്പോൾ ലിഫ്റ്റിൽ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. സാധാരണ ഞാൻ കയറുന്ന സമയത്ത് നിറച്ച ആൾക്കാരായിരിക്കും. ഇതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതാണ് വേഗം എത്തി. ഡോക്ടറെ കാണാനുള്ള നമ്പർ ടോക്കണൊക്കെ എടുത്തു. കുറേ പേര് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 2 ഡോക്ടർമാരെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ അകത്തളം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരുന്നു. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ്. പിന്നെ AC ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ കിളി പോണത്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ വീണ്ടും തിരിച്ച് അതേപോലെ തന്നെ ഓട്ടോറിക്ഷയിൽ കയറി ഇവിടേക്ക് വന്നു. അപ്പം അങ്ങനെ ഞാൻ ലുലു മാളിൻ്റെ ഉള്ളിലെത്തിയായിരുന്നു. അപ്പോൾ ഇവിടെ ടോക്കണിൻ്റെ പരിപാടി ഉണ്ട്. എനിക്ക് ഒരു മൊജീറ്റോ കുടിക്കുന്ന ആഗ്രഹമായിട്ട് ഞാൻ ഒന്ന് ഓർഡർ ചെയ്ത് നോക്കി. അപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഇതിൻ്റെ സംഭവം എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ടോക്കൺ പിടിക്കുന്ന ഈ സാധനം അതിങ്ങനെ അലറാൻ പഠിക്കും. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് ഓർഡർ ചെയ്ത് വന്നു. അതിന് ശേഷം ഞാൻ തൊട്ടടുത്തുണ്ടായിരുന്ന മൊജീറ്റോ കുടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കണമല്ലോ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല, സത്യത്തിൽ നല്ല വിശപ്പുണ്ടായി. കാരണം 2-2:30 ആയിട്ടുണ്ടായിരുന്ന സമയം അപ്പോഴേക്കും. അങ്ങനെ ഞാൻ ഇവിടെ നിന്നൊരു ദിണ്ടുക്കൽ തലപ്പാക്കട്ടി ബിരിയാണി, എനിക്ക് ഭയങ്കര ഇഷ്ടം തമിഴ്നാട് ബിരിയാണി. അപ്പോൾ അതിൽ ഇവിടെ ഉള്ള തലപ്പാക്കട്ടി ബിരിയാണിയിൽ ഞാനൊരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. അതാണ് ഈ സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റുമാണ്. കഴിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, ചിലർക്കത് ഇഷ്ടമല്ല. പക്ഷെ എനിക്കെന്തോ തമിഴ്നാട് ബിരിയാണി ഭയങ്കര ഇഷ്ടം. ഞാൻ ഈ കോയമ്പത്തൂർ ചെന്നൈയിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ നിന്ന് കഴിച്ച് എനിക്കിപ്പോൾ അവിടുത്തെ ബിരിയാണി കൂടുതൽ ഇഷ്ടം. പിന്നെ ഹൈദരാബാദ് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിരിയാണി ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ ഈ ലുലുമാളിൽ ശ്രദ്ധിച്ചാണ് ഒരു ഭയങ്കരമായൊരു സംഭവം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പലതവണ പോയിട്ട് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ലുലുമാളിൽ ഇരിക്കാനുള്ള സ്ഥലം വളരെ കുറവാണ്. അതായത് വെറുതെ പോയി ഇരിക്കാം എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. കാരണം ഞാൻ അവിടെ അന്വേഷിച്ചപ്പോഴും എന്നോട് ഒരു പെൺകുട്ടി ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് നമ്മളിവിടെ നടന്നുകൊണ്ടേ ഇരിക്കണം, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടേ ഇരിക്കണം, എന്നാലുള്ളവർക്ക് ബിസിനസ് ഉണ്ടാവുള്ളൂ. ആ ഒരു മൈൻഡ് തന്നെയാണ് ഇതിൽ ചെയ്തിരുന്നത്. ഒന്നുകിൽ നമ്മൾ തിയേറ്ററിൽ കയറി സിനിമ കാണാം, അപ്പോൾ അവിടെ ഇരിക്കാം. ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നിടത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരിക്കാം, അപ്പോഴൊക്കെ ഇവരുടെ ബിസിനസ് നടന്നുകൊണ്ടേയിരിക്കും. ഇല്ലെങ്കിൽ കുട്ടികൾ കളിക്കുന്ന സാധനങ്ങളിൽ കയറിയിരിക്കും, അപ്പോൾ അവിടെയും ബിസിനസ് നടക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ഞാൻ നേരെ കോസ്റ്റ കോഫിയിലേക്ക് പോയി, നമുക്കും ഇരിക്കണമല്ലോ. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ചോക്ലേറ്റ് കോഫിയാണ് ഓർഡർ ചെയ്തത് എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ കാരണം എനിക്ക് അതിൻ്റെ അധികം പേരുകൾ സാധനങ്ങളൊന്നും അറിയില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പല വിലയുടെയും പല സാധനങ്ങളും കണ്ടപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു സാധനം നോക്കി ഞാൻ ഓർഡർ ചെയ്തതാണ്.
പക്ഷേ എനിക്ക് സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിനെക്കുറിച്ച് പറയണേ മുന്നേ ആളുണ്ടാക്കുന്ന സ്റ്റൈലൊക്കെ ശ്രദ്ധിച്ചായിരുന്നു. ആ കപ്പിലൊക്കെ ഒഴിക്കുമ്പോൾ ഒരു തട്ട് തട്ടും താഴെ പതുക്കെ. അതിനുശേഷം വീണ്ടും ഒന്ന് ആൾ ഒഴിക്കും, ഒരു തട്ട് തട്ടും, വീണ്ടും ഒന്ന് ഒഴിക്കും, തട്ടും. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ആ സ്റ്റൈലും പിന്നെ അത് മിക്സ് ചെയ്യാവുന്ന രീതികളും അതിലേക്ക് ഓരോന്ന് കൊണ്ടുവയ്ക്കണതും അതിന് വെക്കുന്ന സമയത്ത് വരെ ആളൊന്ന് തട്ടിയായിരുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒരു ഫിൽറ്റർ പോലത്തെ സാധനം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ആ പൊടി കോഫി അല്ലെങ്കിൽ ചോക്ലേറ്റ് പൗഡർ എന്തോ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്കാണെന്നാണ്. അത് കഴിഞ്ഞപ്പോൾ ആൾ എൻ്റെ സൈഡിൽ കൂടെ അപ്പുറത്തേക്ക് അങ്ങനെ നടന്നങ്ങോട്ട് പോയി. അപ്പോൾ മനസ്സിലായി അത് എനിക്കല്ലാന്ന്. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ആൾ ഇപ്പുറത്ത് കൂടെ കറങ്ങി എൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഞെട്ടി, അത് എനിക്കാണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ ഇവരെ കൊണ്ടുവയ്ക്കുന്ന സ്റ്റൈല് കാര്യങ്ങളും അവർ നമ്മളോട് ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടണം. കാരണം നമ്മൾ സാധാരണ കോഫി ഷോപ്പിൽ പോയി ഒരു കാപ്പി എന്ന് പറഞ്ഞ് കാപ്പി കുടിക്കുന്ന രീതിയല്ല. കാശ് കൊടുത്ത് നല്ലൊരു വിലയുടെ മേടിച്ച് കുടിക്കുമ്പോഴൊരു വ്യത്യാസം അത് ശരിക്കും ഫീൽ ചെയ്തു എനിക്ക് അവിടെ. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കാശ് വേണം ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എന്ന് പ്രത്യേകം എടുത്ത് ഓർമ്മിപ്പിക്കുന്ന സന്ദർഭങ്ങളും കൂടിയുള്ളത്. കാരണം നമ്മളൊരു സാധാരണ കടയിൽ ചെന്ന് 15 രൂപയുടെ കാപ്പി കുടിക്കുന്നതും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഇത്ര വിലയുടെ ഒരു കാപ്പി കുടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. അതുമാത്രമല്ല, ആ കാപ്പി കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റ്, നമ്മളെ അവർ കാണുന്ന രീതി, അതൊക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മളെപ്പോലെ തന്നെ സാധാരണക്കാരാണ് അവിടെ ജോലി ചെയ്യണത്. പക്ഷേ ഒരു കാശുകാരനെ കാണുന്ന രീതിയിലായിരിക്കും പിന്നെ അവർ നമ്മളെ കാണാതെ. എനിക്ക് അപ്പോഴാണ് മനസ്സിലായി. നന്നായിട്ട് ചിരിച്ച് സന്തോഷത്തോടു കൂടി. അപ്പോൾ അത് നോക്കിയിട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ മുന്നിൽ വന്ന സാധനം നമ്മൾ കുടിച്ച് ടേസ്റ്റൊക്കെ പറയണ്ടേ. എന്നാൽ പിന്നെ അതിലേക്ക് പോകാമെന്ന് ഞാനും വിചാരിച്ചു. അപ്പം ഇനി ലൈവായിട്ടുള്ള സൗണ്ടായിരിക്കും കേൾക്കാൻ പോണത്. അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല. ക്ലാരിറ്റി കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. എന്നാലും എന്നെ കൊണ്ട് പരമാവധി ഞാൻ വോയിസ് റിമൂവ് ചെയ്യാം. ഇവിടെ വെച്ച് തന്നെ പറയണം വിചാരിച്ചു. ഒരു രക്ഷയില്ല കേട്ടോ കോഫി സാധനം. രക്ഷയില്ല. എത്ര പേര് ഇത് കുടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് വില കൂടുതലാണ്, ശരിയാണ്. സത്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലത്തെ ഒരു കാപ്പി കുടിച്ചുള്ളത് ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. ഇങ്ങനത്തെ കാപ്പി റിയലി അമേസിങ്. അങ്ങനെ ഞാനത് ആസ്വദിച്ച് അതിൻ്റെ അടി വരെ കംപ്ലീറ്റ് കുടിച്ച് തീർത്ത്. ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി കാപ്പി കുടിച്ചപ്പോൾ. കാരണം വിലയുടെ മാത്രമല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ പ്രത്യേകം ആ ബ്രോനെ വിളിച്ച് ഞാൻ പറയുകയും ചെയ്തു. ബ്രോ സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു. ആൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അമൃതയിൽ പോയി. അമൃതയിലേക്ക് പോണ വീഡിയോ ഒന്നും പിന്നെ ഞാൻ കാണിക്കുന്നില്ല, കാരണം എനിക്ക് കൂടുതൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഉടച്ചത് ആ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം എന്നെപ്പോലെ കോഫി ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങൾ ഏതെങ്കിലും ഷോപ്പുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അവിടുത്തെ പ്രത്യേക എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.